ജാവേൻ്റെ പുതിയൊരു മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലേക്ക് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജാവ 42FJ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു ബൈക്കിന് എന്തൊക്കെ കാര്യങ്ങളാണ് ജാവ കൊടുത്തിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡുക്കാട്ടിയുടെ സ്ക്രാംബ്ലർ വരെയൊക്കെ അത്യാവശ്യം സാമ്യം തോന്നുന്ന ഡിസൈനാണ്. നല്ലൊരു മികച്ച ഡിസൈനാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു റെട്രോ ബൈക്കിൻ്റെ സെയിം ഡിസൈൻ ആയിട്ടാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പ്രീമിയം ക്വാളിറ്റി വണ്ടീൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പത്തെ പോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള LED ലൈറ്റ്സ് ആണ് വരുന്നത്. ആ ലൈറ്റ്സിൻ്റെ അടുത്ത് തന്നെ ഒരു 42 എന്നുള്ള ബാജിങ് കാണാൻ പറ്റുന്നുണ്ട്. ഹാൻഡിൽ ബാറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ് വരുന്നത്. ഒരു അലൂമിനിയം ടിയർ ടോപ്പ് ടൈപ്പിൽ വരുന്ന ഒരു ടാങ്കിൻ്റെ സെക്ഷനാണ് കാണാൻ പറ്റുന്നത്. വണ്ടീൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 12 ലിറ്റർ ആണ്. ആ ഒരു ടാങ്കിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു 42 എന്നുള്ള ഒരു പെയിന്റ് സ്കീമിംഗ് കാണാൻ പറ്റുന്നുണ്ട്. വണ്ടി 42FJ എന്ന് പറഞ്ഞിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു FJ നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാവേൻ്റെ ഫൗണ്ടറിൻ്റെ നെയിമാണ്. സീറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പീസ് സീറ്റിലാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. നല്ലൊരു കുഷ്യനുള്ള സീറ്റാണെന്നാണ് പറയുന്നത്. വണ്ടീൻ്റെ സീറ്റ് ഹൈറ്റൊക്കെ 780 mm ആണ്. വണ്ടിക്ക് കിട്ടാൻ പോകുന്ന ഒരു മൈലേജ് ഒരു 30 to 34 ജാവേൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മോഡലിലും ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അടിതട്ടുന്ന പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിൽ 178 mm ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. 194 കിലോഗ്രാം ആണ് വണ്ടീൻ്റെ വെയിറ്റ് വരുന്നത്. വണ്ടീൻ്റെ ടെയിൽ സെക്ഷനും അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഈ ഒരു ബൈക്കിൽ സ്റ്റീൽ കാർഡിന്റെ ഷാസിയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 41 mm ഒരു ടെലിസ്കോപ്പ് ഫോർക്കും ബാക്കിൽ ഡബിൾ ടെയിൻ ഷോക്കാണ് വരുന്നത്. വണ്ടീൻ്റെ എക്സോസ്റ്റിന്റെ സെക്ഷനിൽ ചെറിയ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പഴയ മോഡലിനൊക്കെ എക്സോസ്റ്റ് നമുക്ക് ഈ ഒരു കോർണറിംഗ് ഒക്കെ ക്ലാഷ് ആകുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. മീറ്റർ കൺസോളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ STയിൽ കണ്ടിട്ടുള്ള സിംഗിൾ പോഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഇനി ബ്രേക്സിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 320 mm ആണ്. വണ്ടിക്ക് ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. ഡുവൽ ചാനൽ ABS ആണ്. വിത്ത് സ്ലിപ്പർ ക്ലച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. വണ്ടീൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പുതിയ ജാവ 350 കണ്ടിട്ടുള്ള സെയിം എഞ്ചിനാണ് വരുന്നത്. 334 cc ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വരുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ മാക്സിമം പവർ 21.4 bhp യും മാക്സിമം ടോർക്ക് 29.6 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. വണ്ടി ഇപ്പോൾ 5 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വണ്ടീൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1,99,000 രൂപയാണ്. എക്സ് ഷോറൂം പ്രൈസ്, ഡൽഹി എക്സ് ഷോറൂം പ്രൈസ്.